ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു യാത്രയാണ്. അപ്പോൾ വേറെ എവിടെയല്ല, നമ്മൾ കൊല്ലം ജില്ലയിലുള്ള ഒരു മനോഹരമായൊരു സ്ഥലത്ത് പോവുകയാണ്. എവിടെയെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ആതിര ഉറങ്ങിയാ? ഇനി ഒരുപാട് സമയം കിടക്കില്ല, അവിടെ ചെന്നിട്ടും പോയിരുന്ന് തിന്നാലേ മലമൊക്കെ. അതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കണ്ട് റോഡരികിൽ ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ റോഡരികിൽ വണ്ടി നിർത്തിയിട്ടൊക്കെ ചായയും വടയും വാങ്ങിക്കൊണ്ട് വരുവാണ്. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചൂട് ചായയൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ കഴിക്കുകയാണ്. തീർത്തല്ലോ നമ്മളിതാ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. മലമേൽ പാറ എന്നാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് എത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ക്ഷേത്രമൊക്കെ ഉണ്ട്. ദാണ്ട് ഇവിടെയാണ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്നു പോകുന്നതാണ് നമ്മുടെ മലമേൽ പാറ എന്ന് പറയുന്നത്. നമ്മൾ കൊല്ലം ജില്ലയിൽ ഓയൂരുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഇതിന് മുമ്പേ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാനും എൻ്റെ മക്കളും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് ഇന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ കൊല്ലം ജില്ലയിൽ, നമുക്ക് അങ്ങോട്ട് പോവാം, ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ പൊന്മുടി പോകാനായിട്ട് ഇരുന്നതായിരുന്നു, നമ്മൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് അത് ഒരുപാട് ലോങ് അല്ലേ, നമുക്ക് ഈ സ്ഥലത്ത് പോയി, ഇവിടെ നമ്മൾ പോയിട്ടില്ല, പൊന്മുടിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു 2-2:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 4-4:30 മണിയോളം ആയി. അപ്പം കൊള്ളാം, സംഭവം പൊളി, അടിപൊളി, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പം കുറേ നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നിന്നു, ഫോട്ടോ ഒക്കെ എടുത്ത്, സംഭവം കൊള്ളാം. പക്ഷേ ഇതല്ല ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് കുറച്ച് മുകളിലോട്ട് പോകണം. അതിപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന്, അവിടെ ലോട്ടസൊക്കെ നിൽപ്പുണ്ടേ, ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ എന്താ പറയുക, ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ എടുത്തു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല വ്യൂ ഉണ്ടായിരുന്നു. സംഭവം പൊളി കേട്ടോ. നമ്മൾ കൊല്ലം ജില്ലയിൽ ഇത്രയും അതിമനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കൊള്ളായിരുന്നു, അതിമനോഹരമായ സ്ഥലങ്ങൾ കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ് നമുക്ക് താണ്ടെ അങ്ങോട്ട് നടന്ന് പോവാം, നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പേ അങ്ങോട്ട് മോളിൽ കയറിയാലേ നമുക്കിനി ഇറങ്ങി വരുമ്പോഴത്തെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്കിനി ഇറങ്ങി വരണ്ടേ. അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതല്ല ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. ഇത് അങ്ങ് കുറച്ചും കൂടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിള്ളേരെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. കാരണം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 4 മണിയായി. ഇനി ഇവിടുന്ന് നടന്ന് മലയിലൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വരുമ്പോഴത്തേക്കും ഇരുട്ടത്തില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോവുകയാണേ. സംഭവം കൊള്ളാം, പൊളി കേട്ടോ. അവിടെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിനകത്തിട്ട കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞ് അതിനുശേഷമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുടപ്പാറയെന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലോട്ട് കുടമാതിരി ഇങ്ങനെ ഒരു പാറ, കല്ലുകൾ ഇരിപ്പുണ്ട്, അതിനാണ് ഇവിടെ കുടപ്പാറ എന്ന് പറയും. അങ്ങനെ കുറച്ച് അവിടെയൊക്കെ പോയി കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെയൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ, കയറുന്നതും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി കയറിയപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇച്ചിരി വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ പറഞ്ഞു മതി, വാ നമുക്ക് പെട്ടെന്ന് അപ്പുറത്തോട്ടും കൂടെ പോവാം, അല്ലെങ്കിൽ ഇരുട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, വാന്ന് പറഞ്ഞു. അങ്ങനെ താണ്ടേ അതിന് ശേഷം ഞങ്ങൾ പാറയിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. ഇത് നമ്മൾ അവിടെ കയറുന്നതൊക്കെയുണ്ടല്ലോ, സംഭവം തന്നെയായിരുന്നേ. ആട്ടാമ്പുഴു ചെടിയാണോ?
ആ ഈ സാധനമായിരുന്നില്ലേ? ഇടേ ഡേഞ്ചറാണേ, നോക്കി കയറണേ പതുക്കെ. ഇതാണ് നാട് കാണിപ്പാറ എന്ന് വെച്ചാൽ ഈ നാട് മൊത്തവും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നാട് കാണിപ്പാറ. ഇത് ഞാനെങ്ങനെ കയറും? ആ പാട്ട് കേട്ടണം. വല്ലാത്ത ചതീത് ഓർക്കാപ്പുറത്തെന്റെ പിന്നീന്നൊരടീത്. കേട്ടോ എന്തോരു വിധീത്. ബിരിയാണിയും കഴിച്ച് കിടന്നാല് അത് പോവാ പിന്നെ പോണതാ. അങ്ങോട്ട് പോകല്ലേ? അരുവത്ത് നിൽക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ റേഞ്ച് ഇതെവിടെ? എന്ത് പേരെന്തുവാ? നാട് കാണിപ്പാറ. വേണ്ടക്ക. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്തെത്തി. ഇതാണ് മെയിൻ സ്ഥലം കേട്ടോ. ഏറ്റവും മുകളിലെത്തി. അടിപൊളി വ്യൂ ആണ്. സൂപ്പർ കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ കേട്ടോ. പക്ഷെ ഞാനും എൻ്റെ മകളും ഫസ്റ്റാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങളിന്ന് ഇറങ്ങി താഴോട്ട് പോവുകയാണേ. പക്ഷേ കയറി കണക്കല്ല, ഇറങ്ങുന്നത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. ഭയങ്കര പാടാണ് കേട്ടോ. എന്ത് പാടം ഇട്ടാന്ന് പറയാം ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കയറിയതാണ് പാട്, പക്ഷെ ഇറങ്ങുന്നതിന് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയായാലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡേഞ്ചറാണ് കേട്ടോ, നല്ല ഡേഞ്ചറാണ്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തൊരു പാറയുണ്ട്, അവിടെ പോകാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പുറത്തെ പാറ. അപ്പം നമ്മൾ നിന്നത് അപ്പുറത്ത് ഇതുണ്ടോ, കാണുന്നുണ്ടോ? അവിടെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആ ഏറ്റവും മുകളിലത്തെ മലയിലാണ് നമ്മൾ പോയി നിന്നത്. അവിടെ നിന്ന് താഴെ ഒരു പാറയുണ്ട്, അവിടെയാണ് ഇത് കേട്ടോ. കുറേ നേരം അവിടെ ഞങ്ങൾ നിന്ന്. പിന്നെ നല്ല ഇരുട്ട് വീണപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്നെന്ന് ശരിയാകത്തില്ല, നല്ല ഇരുട്ടായി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോവാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഇരുട്ട് വീണു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവുകയാണേ. അപ്പം ഞങ്ങളങ്ങനെ കാറ് കിടക്കുന്നിടത്തോട്ട് നടന്ന് വരുവാണ്. അപ്പോൾ അവിടെ അമ്പലവും കാര്യങ്ങളും, അവിടെയൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ. അതൊന്നും നമുക്ക് ഈ വോയിസായിട്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമല്ലോ, അതുകൊണ്ട് അതെല്ലാം ഞാനങ്ങ് മാറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കാറിൻ്റെ അടുത്ത് എത്തി. അപ്പം ഞങ്ങളിനി നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.